Hi all, chemistry ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Glucose is a monosaccharide, aldohexose and reducing sugar. It is in the combined state it occurs in glucoside, disaccharides and polysaccharide. Glucose on reaction with bromine water gives. അപ്പോൾ ആക്ച്വലി ആദ്യം പറഞ്ഞിരിക്കുന്നതൊക്കെ ഗ്ലൂക്കോസിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. നമ്മളോട് ചോദ്യം ഗ്ലൂക്കോസിലേക്ക് ബ്രോമിൻ വാട്ടറിന് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നതാണ്. ഗ്ലൂക്കോസ് CHO 4 ടൈംസ് CH2OH എന്ന് ഞാൻ സിമ്പിളായി റെപ്രസെന്റ് ചെയ്താൽ ബ്രോമിൻ വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ ആണ് നടക്കുക. ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ COOH CHO ഗ്രൂപ്പുകൾ COOH ആയിട്ട് മാറും. എങ്കിൽ ഇതിന്റെ പേര് ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ്. സോ യുവർ ആൻസർ വിൽ ബി 1. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഗ്ലൂക്കോസിനെ ഓക്സിഡേഷൻ ചെയ്യുന്നത് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡ് ആണ്. നിങ്ങൾ HNO3 ആണ് എടുക്കുന്നതെങ്കിൽ സാക്രിക് ആസിഡ് കിട്ടും. അവിടെ CHOയും CH2OHും മേലെയും താഴെയും വരുന്ന രണ്ട് ടെർമിനൽ കാർബണുകൾക്ക് COOH ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. സോ ഹിയർ ആൻസർ വിൽ ബി 1. ചോദ്യം, if the particle of mass 500 milligram is moving with a velocity 100 meter per second, then de Broglie wavelength of the particle is. നമുക്കൊരാളുടെ മാസ് തന്നിരിക്കുന്നു, വെലോസിറ്റി തന്നിരിക്കുന്നു, de Broglie wavelength ആണ് ചോദ്യം. ലാംഡ ഈസ് ഈക്വൽ ടു h/mb ആണ്. എച്ചിന്റെ വാല്യൂ 6.625 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ബൈ മാസ് 500 മില്ലിഗ്രാം ആണ്. സോ ദിസ് ഈസ് 500. മാസ് SI യൂണിറ്റിലേക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണം. മില്ലി എന്ന് പറയുന്നത് 10⁻³ ആണ്. അപ്പൊ എനിക്ക് അത് ഗ്രാമിലേക്ക് കിട്ടും. വീണ്ടും കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻6 കിലോഗ്രാം എന്ന് കിട്ടും. ഇൻറ്റു വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ 0.000 0 ഇതും കൂടി പോയാൽ 10⁻², ബാക്കി മേലേക്ക് പോയാൽ 10⁻32 ആണ്. 6.62/5 എന്ന് പറഞ്ഞാൽ 1 point something. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ 1.32 ആണെന്ന് കിട്ടുന്നു. ഇൻറ്റു 10⁻32. SI യൂണിറ്റിൽ ചെയ്തത് കൊണ്ട് തന്നെ ലാംഡ SI യൂണിറ്റ് ആയിരിക്കുന്ന മീറ്ററിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ യുവർ ആൻസർ ഷുഡ് ബി 2. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ SI യൂണിറ്റ് വാല്യൂസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. For a hypothetical reaction 2A, gas giving B plus 10 joule, which of the following factors shift the equilibrium in forward direction? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഏത് ഇക്വിലിബ്രിയം ആണ്, ഏത് കേസിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന്, പ്രഷർ കുറക്കാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ കുറച്ചാൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ പ്രഷർ കൂടുന്ന, നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 ഗ്യാസ് ആണുള്ളത്, ഇവിടെ നമുക്ക് ഒരാളാണുള്ളത്. സോ ഫോർവേഡ് ഡിറക്ഷനിൽ നടക്കുമ്പോൾ 2 മോൾ 1 മോൾ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് കുറയാണ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഒരാളുടെ പ്രഷർ കുറഞ്ഞാൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ ശ്രമിക്കും. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് ഫേവർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ബാക്ക്വേർഡ് ഡിറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുക. അപ്പൊ 1 എന്നുള്ളത് ആൻസർ വരില്ല. നമുക്ക് ഫോർവേഡ് ആണ് ആവശ്യം. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഹൈ ടെമ്പറേച്ചർ ഓൾവേസ് ഫേവേഴ്സ് എൻഡോതെർമിക് റിയാക്ഷൻ ആൻഡ് ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. നമ്മൾ ഈ റിയാക്ഷൻ എഴുതിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ B+10 ജൂള് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് പ്രോഡക്റ്റ് സൈഡിൽ കിട്ടിയെന്നാണ്. അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് സൈഡിൽ ഹീറ്റ് കിട്ടുക, വിച്ച് മീൻസ് ദിസ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഫോർവേഡ് ഡിറക്ഷൻ ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ, ബാക്ക്വേർഡ് ഡിറക്ഷൻ ഈസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. അതുകൊണ്ട് എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കുന്ന ബാക്ക്വേർഡ് സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യാം. അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള സിസ്റ്റത്തിൽ A ഒക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഹീലിയത്തിനെയോ ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസിനെയോ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ടോട്ടൽ പ്രഷർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. നേരത്തെ എൻ്റെ കയ്യിൽ A മാത്രമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ Aയും Bയും ആണുള്ളത്. Aയുടെയും Bയുടെയും പാർഷ്യൽ പ്രഷേഴ്സ് ചേർന്നിട്ടാണ് ടോട്ടൽ പ്രഷർ കിട്ടുക. ഇപ്പൊ ഹീലിയം കൂടി ആഡ് ചെയ്യുമ്പോഴേക്ക് എന്താ സംഭവിച്ചത്? ഹീലിയം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ സെയിം ആക്കാൻ Aയുടെയും Bയുടെയും പാർഷ്യൽ പ്രഷർ കുറയണം. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെ പ്രഷർ കൂടുന്ന ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഫോർവേഡിലേക്കല്ല വരിക. റിമൂവിങ് B ഓഫ് ദി റിയാക്ഷൻ ആണെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലുള്ള B റിമൂവ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിന് വീണ്ടും B കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. സോ B കുറച്ചാൽ B കൂട്ടുന്ന ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് നടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ 4 ആണ്. Which of the following statements are correct? ഒന്നാമത്തത്, ഡീകാർബോക്സിലേഷൻ ഓഫ് ഐസോബ്യൂട്രിക് ആസിഡ് ലീഡ്സ് ടു പ്രൊപ്പെയിൻ. എന്താണ് ഐസോബ്യൂട്രിക് ആസിഡ്? CH3 ഐസോബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ഉണ്ട്. സോ ദിസ് ഈസ് ബ്യൂട്ടനോയിക് ആസിഡ് ആണ് ഐസോബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീകാർബോക്സിലേഷൻ ചെയ്താൽ, അഥവാ ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്താൽ
എനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് CH3 CH CH3. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പോയി. എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോഴേക്ക് ഈ ഭാഗത്ത് ആരുമില്ല, കാർബൺ ഇല്ല. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രൊപ്പൈൻ ആണ്. സോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തികച്ചും ശരിയാണ്. രണ്ടാമത്തത് പെന്റ് 1 പെന്റ് 1 ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. പെൻഡാണ്, ടോട്ടൽ നമുക്ക് 5 കാർബൺ ഉണ്ട്. ഇതിലേക്ക് HCl കൊടുത്താൽ എന്താ കിട്ടുക? HCl കൊടുക്കുന്നു, മാർക്കോനിക്കോസ് അഡീഷൻ ആണ്. ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗോസ് ടു ദി കാർബൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. എനിക്ക് CH2 അവിടെ ഹൈഡ്രജൻ വന്നു, CH അവിടെ Cl വന്നു, ദെൻ CH2 CH2 CH3. അപ്പൊ ഇനീഷ്യലി ഇവിടെ കാർബോകേറ്റോൺ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ഹൈഡ്രജനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കാർബോകേറ്റോൺ ഉണ്ടാവും. പക്ഷെ അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. നമുക്ക് കിട്ടുന്ന സെക്കൻഡറി കാർബോകേറ്റോൺ അങ്ങനെ തന്നെ നിലനിർത്താനേ പറ്റുള്ളൂ. കാർബോകേറ്റോൺ റീ അറേഞ്ച്മെന്റിന് ഒരു സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മാർക്കോനിക്കോ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇവിടെ നിങ്ങൾ പേരെഴുതുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ. സോ ദിസ് ഇസ് 2 ക്ലോറോപെൻറ്റെയിൻ. 3 ക്ലോറോപെൻറ്റെയിൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. 2 ക്ലോറോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ശരി, രണ്ടാമത്തത് തെറ്റ്. മൂന്നാമത് പറയുന്നു പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് CH3C ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ആൻഡ് പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2 ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബൈ AgNO3. അപ്പൊ AgNO3 കൊടുക്കുമ്പോൾ അസിഡിക് ആയിരിക്കുന്ന ഹൈഡ്രജനെ അതിന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് H+ പോയി കഴിഞ്ഞാൽ CH3C ട്രിപ്പിൾ ബോണ്ട് C- അവിടെ Ag+ വരുന്നു, വിച്ച് ഈസ് എ പ്രിസിപ്പിറ്റേറ്റ്. അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് അസിഡിക് H+ ഉള്ളത് കൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടന്നത്. വേറെസ് ഇൻ ദ സെക്കൻഡ് കേസ് ഇവിടെ അസിഡിക് ഹൈഡ്രജൻ ഇല്ല. അപ്പൊ നമുക്ക് റിലേറ്റീവ്ലി അസിഡിക് ഹൈഡ്രജൻ കാണാൻ സാധിച്ചിരിക്കുന്നത് CH3C ട്രിപ്പിൾ പ്രൊപ്പൈനിലാണ്. അപ്പോൾ ഒരാൾ റിയാക്ഷൻ തരും, മറ്റൊരാൾ റിയാക്ഷൻ തരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ഡിസ്റ്റിങ്വിഷിംഗ് റിയാക്ഷൻ ആണ്. സോ നമുക്ക് ഈ രണ്ടുപേരെ തിരിച്ചറിയാൻ AgNO3 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ട്രൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്ലോറോ ഈഥെയിൻ ഓൺ റിയാക്ടിംഗ് വിത്ത് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് HCl. ക്ലോറോ ഈഥെയിൻ എന്ന് പറയുന്നത് CH3 CH2 Cl ആണ്. നമ്മൾ ഇതിനെ സിങ്ക് ആൻഡ് HClന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് HCl ഒക്കെ റിമൂവ് ചെയ്യുകയും നമുക്ക് CH3 കിട്ടുകയും ചെയ്യുന്നു, ഈഥെയിൻ കിട്ടുകയും ചെയ്യുന്നു. അത് നമ്മൾ പഠിക്കുന്ന ഡയറക്റ്റ് റിയാക്ഷൻ ആണ്. ആൽക്കേനിന്റെ പ്രിപ്പറേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. സോ ഫോർത്ത് വൺ ഈസ് കറക്റ്റ്. അടുത്ത നോക്കുക, ബ്യൂട്ട് 2 ഷോസ് ജിയോമെട്രിക്കൽ ഐസോമറിസം. ബ്യൂട്ടിനെ നിങ്ങൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് CH3 C ഡബിൾ ബോണ്ട് CH3. അപ്പോൾ ഇവിടെ HH വെച്ച് നമ്മൾ ചെയ്യും. ഐ വിൽ ടേക്ക് എ ന്യൂ പേജ്. CH3 CH ഡബിൾ ബോണ്ട് CH3. ബ്യൂട്ടി 2 എന്നുള്ളത് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. അതായത് ഹൈഡ്രജൻ രണ്ടുപേർ ഒരേ സൈഡിൽ വരുമ്പോൾ അത് സിസും, ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അത് ട്രാൻസും ആണ്. എന്തുകൊണ്ട് സിസ് ട്രാൻസ് ജിയോമെട്രിക്കൽ ഐസോമറിസം അറൈസ് ചെയ്തു? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആവുന്നത് കൊണ്ടാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അഞ്ചാമത്തതും ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1, 3, 4 and 5 അഥവാ നിങ്ങളുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. The following graph is plotted between two volatile liquids against their respective mole fraction. Which of the following statement is correct? എനിക്കിവിടെ തന്നിരിക്കുന്നത് നമ്മൾ പഠിക്കുന്ന റാവൾസ് ലോയുടെ ഗ്രാഫാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രാഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, കൈ എ 1 ആണ് അഥവാ കൈ ബി ഇവിടെ 0 ആണ്. ഇതിൽ കൈ ബി മാക്സിമം ആകുന്നു, കൈ എ 0 ആണ്. കൈ എ 0 ആകുമ്പോൾ ബി മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള ടോട്ടൽ പ്രഷർ അഥവാ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ബിയുടെ പ്രഷറാണ്. കാരണം അവിടെ എ ഇല്ല. എയും ബിയും കൂടി ചേർന്നാണ് ടോട്ടൽ പ്രഷർ തരിക. പക്ഷെ എ ഇല്ലെങ്കിൽ അവിടെ ബി മാത്രമേ ഉള്ളൂ. സോ P0 ബി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് കിട്ടുക? അവിടെ ബി മാത്രം വരുമ്പോഴാണ്. P0 എ എന്ന് കിട്ടുന്നത് അവിടെ എ മാത്രം വരുമ്പോഴാണ്. ലെറ്റ് us see. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയണം. വെൻ കൈ എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് കൈ ബി ഈസ് ഈക്വൽ ടു 0. നമ്മുടെ സൊല്യൂഷനിൽ എ മാത്രമേ ഉള്ളൂ, ബി ഇല്ല. ബി എന്ന് പറയുന്നതിന്റെ മോൾ ഫ്രാക്ഷൻ 0 ആണ്. എങ്കിൽ അതിന്റെ പ്രഷർ P0 എ അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം പാർഷ്യൽ പ്രഷർ അഥവാ വേപ്പർ പ്രഷർ നിങ്ങൾ എടുത്താൽ അവിടെ നമുക്ക് എയുടെ വേപ്പർ പ്രഷർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്യൂർ എയുടെ വേപ്പർ പ്രഷറാണ് P0 എ. ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പൊ ഇവിടെ 1 തന്നെയാണ് ആൻസർ ആയിട്ട് വരിക, ബാക്കിയുള്ളതൊന്നും അല്ല. രണ്ടാമത്തേലെ കൈ എ 1 ആകുമ്പോൾ അതിന്റെ പ്രഷർ P0 ബി എന്ന് പറഞ്ഞത് തെറ്റാണ്. കൈ എ 0 ആകുമ്പോൾ അഥവാ കൈ ബി മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ പ്രഷർ ബി ആണ്, P0 എ അല്ല, P0 ബി ആണ്. ഇപ്പൊ രണ്ടിന്റെയും പ്രഷേഴ്സ് ഈക്വൽ ആയിട്ട് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാന്തനോയിഡ്സ് ആർ ഡയാമാഗ്നറ്റിക്? ലാന്തനോയിഡ്സ് നമ്മൾ അല്ലേ, ലാസ്, ലന്താനം, സീറിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം ഇതൊക്കെ നമ്മൾ എഴുതി അവസാനം യൂട്രിബിയം ലുട്ടീഷ്യത്തിലേക്ക് വരെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡയാമാഗ്നറ്റിക് ആവണമെങ്കിൽ നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവാൻ പാടില്ല.
അപ്പോൾ നിങ്ങൾ ഇതിൽ എഫ് ബ്ലോക്ക് ഇങ്ങനെ എഫിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് വരുമ്പോൾ എല്ലാത്തിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് ട്രാൻസിഷൻ കാരണം ലാന്തനോയിഡ്സ് ഒക്കെ ഭയങ്കര കളേർഡ് ആണ് ഈവൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ആദ്യം വരുന്നത് ഇപ്പം ലന്താനത്തിന് എടുത്തു കഴിഞ്ഞാൽ ലന്താനം +3 എടുക്കുമ്പോൾ അതിലുള്ള മുഴുവൻ ഇലക്ട്രോണും പോയി, എഫ് 0 ആയി, ഡി 0 ആയി. സീരിയത്തിന്റെ കേസിൽ സീരിയം +4 ആകുമ്പോൾ മുഴുവൻ ഇലക്ട്രോണും പോയി, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയി. അപ്പോൾ അവർ ഡയാമാഗ്നറ്റിക് ആണ്, കാരണം അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എഫിൽ കാണാൻ കഴിയില്ല. എഫിലുള്ള മൊത്തം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. ലന്താനത്തിൽ ഡിയും പോയി, സീരിയത്തിൽ എഫിലുള്ള എല്ലാ ഇലക്ട്രോണും പോയി. ഇനി ലുട്ടീഷ്യ എടുക്കുമ്പോൾ അവസാനത്തെ ആളായതുകൊണ്ട് 4f14 ആണ്. 4f14 5d1 6s2. അവിടെ എനിക്ക് ലുട്ടീഷ്യം +3 ആകുമ്പോൾ എഫിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ, അപ്പോൾ അത് ഡയാമാഗ്നറ്റിക് ആണ്. ഇട്രിബിയം 4f14 6s2 ആ. അപ്പോൾ ഇട്രിബിയത്തിന്റെ കേസിൽ ഇട്രിബിയം 2+ എടുക്കുമ്പോഴും എഫിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ശരിക്കും ഏറ്റവും ആദ്യം അവസാനം വരുന്ന ആൾക്കാരാണ് ഡയാമാഗ്നറ്റിസം കാണിക്കുക. അതിൽ ലന്താനം +3 ആയിരിക്കണം, സീരിയം +4 ആയിരിക്കണം, ഇട്രിബിയം +2 ആയിരിക്കണം, ലുട്ടീഷ്യം +3 ആയിരിക്കണം. ഇപ്പം ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ പറയാം ഇട്രിബിയ ആണ്. അല്ലാതെ ഓരോന്നിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണ്ട. ജസ്റ്റ് ഹാവ് എ ലോജിക് ദാറ്റ് ഇത് രണ്ടും എക്സ്ട്രീം എൻഡുകളിലാണ്. ഒന്നുകിൽ F0 ആയിരിക്കണം, അല്ലെങ്കിൽ F14 ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ എന്ത് വന്നാലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്തായാലും നമുക്ക് ഉണ്ടാവും എഫിൽ. റെഡി? Among the following which one is diamagnetic? കൊബാൾട്ട് ചോദിച്ചു. കൊബാൾട്ട് ഫെക്കോ നിക്കൂസെൽ 3d7 4s2 ആണ്. കൊബാൾട്ട് 2+ എടുക്കുമ്പോഴേക്ക് 3d7 ആണ്. 3d7 അൺപെയ്ഡ് ഇലക്ട്രോൺ എന്തായാലും ഉണ്ട്. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? 1 2 3 4 5 6 7. അപ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. കോപ്പർ എടുക്കുക. കോപ്പർ 3d10 4s2 ആണ്. കോപ്പർ 2+ 4s1 ആണ്. കോപ്പർ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. കോപ്പർ 2+ൽ അത് 3d9 ആയി. 3d9 ആകുമ്പോഴും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആണ്. മാംഗനീസ് നിങ്ങൾ എടുക്കുന്നു. മാംഗനീസ് ഈസ് 3d5 4s2. മാംഗനീസ് 2+ എടുക്കുമ്പോഴേക്ക് നമുക്ക് 3d5 ആയിട്ടുണ്ട്. അവിടെയും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ യുവർ ആൻസർ ഷുഡ് ബി സ്കാൻഡിയം. സ്കാൻഡിയം ഈസ് 3d1 4s2. സ്കാൻഡിയം 3+ ആകുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് ആവണമെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നവരോ അവസാനം വരുന്നവരോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ D0 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ്. യുവർ ആൻസർ ഈസ് 4. 200 ml of an aqueous solution contains 0.01 mole of the solute AB. If its specific conductance is X, Siemen centimeter inverse. യൂണിറ്റ് കണ്ടാൽ തന്നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് അറിയാം. സ്പെസിഫിക് കണ്ടക്ടൻസ് അഥവാ കണ്ടക്ടിവിറ്റി X സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. ചോദ്യം മോളാർ കണ്ടക്ടിവിറ്റി സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലാണ്. നോർമലി നമുക്ക് K സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സിൽ തന്നാൽ നമ്മൾ ലാംഡ എം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K / മൊളാരിറ്റി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ലാംഡ എമ്മിൻ്റെ യൂണിറ്റും സെന്റിമീറ്ററിലാണ് വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു 1000 × Kx ആണ് ബൈ മൊളാരിറ്റി. മൊളാരിറ്റി കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് 0.01. വോളിയം ml തന്നത്. അപ്പം ഞാൻ അതിനെ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് 5 × 10⁻² മോളാർ ആണ് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ. നമ്മളത് ചെയ്തു. ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 200 ഉണ്ട്. ഓർ ദിസ് ഈസ് 2 × 10⁻⁴ x ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 10⁻² മേലേക്ക് വരുമ്പോൾ 10⁴ ആയി. ആൻഡ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ കെയുടെ വാല്യൂ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സിൽ എടുത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ പ്രകാരം ലാംഡ എമ്മിന്റെ യൂണിറ്റ് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ⁻⁻1 ആണ്. എന്നാൽ എനിക്ക് ആൻസർ ആയിട്ട് വേണ്ടത് സീമൻ മീറ്ററിലാണ്. അപ്പോൾ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്താൽ മതി. സെന്റിമീറ്ററിനെ ഞാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യും? സെന്റി എന്ന് പറയുന്നത് സീമൻ, സെന്റി എന്ന് പറയുന്നത് 10⁻², അതിന്റെ സ്ക്വയർ. അപ്പോൾ സെന്റിയെ ഞാൻ മാറ്റി. സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതിൽ സെന്റിയുടെ സ്ക്വയർ എടുത്തു, മീറ്റർ സ്ക്വയർ അതുപോലെ വെച്ചു. അപ്പോൾ 10⁻² സ്ക്വയർ 10⁻⁴ ആണ്, അത് ക്യാൻസൽ ആയി. സോ ദിസ് ഈസ് 2x സീമൻ മീറ്റർ സ്ക്വയർ മോൾ ⁻⁻1. അതുകൊണ്ട് എനിക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ എക്സിനെ ഏത് യൂണിറ്റിൽ എടുത്തോ അതേ യൂണിറ്റിൽ ലാംഡ എം കിട്ടി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ K എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് 2 ഞാൻ പറയാം. നിങ്ങൾ ഏതാണ് എടുത്തേ നമുക്കറിയില്ല. K നമ്മൾ എപ്പോഴും 1000 K/m അല്ലെങ്കിൽ ലാംഡ എം ഈസ് ഈക്വൽ ടു K/1000 മൊളാരിറ്റി എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് ലാംഡ എം മീറ്ററിൽ കിട്ടും, സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിൽ കിട്ടും. പക്ഷെ അവിടെ കെയും സീമൻ മീറ്റർ ഇൻവേഴ്സിലായിരിക്കണം. അപ്പം നമുക്കിവിടെ K കിട്ടിയിരിക്കുന്നത് എത്രയായിരുന്നു? K നമുക്ക് എക്സ് സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു. അഥവാ എക്സ് ഇൻറ്റു സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പം സെന്റിമീറ്റർ ഇൻവേഴ്സിന് ഇത് ഇങ്ങനെ എഴുതിയാൽ പോരെ. അപ്പോൾ സെന്റി എന്ന് പറയുന്നത് എന്താ? 10⁻² ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു
100x സീമെൻ മീറ്റർ ഇൻവേഴ്സ്. അത് നമുക്ക് കിട്ടി. ഇനി ഡയറക്റ്റ് ലാംഡ എമ്മിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ എന്ന് പറയുന്നത് 100x ആണ്, ബൈ 1000 ഇൻറ്റു മൊളാരിറ്റി. മൊളാരിറ്റി നമ്മൾ നേരത്തെ കണ്ടത് പ്രകാരം 5 ഇൻറ്റു 10⁻²² ആണ്. 10⁻² മേലേക്ക് വരുമ്പോൾ 100 ആവും. അപ്പോൾ ഈ 100ഉം ഈ 0 കൂടി പോയി 3 0 പോയി. സോ യു ഗെറ്റ് 2x സീമെൻ meter square mole inverse. So anyway your answer will be option 2. Equilibrium constant K for a chemical reaction is 1.5. Rate constant for the backward reaction is 7.5 into 10⁻⁻⁴. Then what is rate constant for the forward reaction? അപ്പോൾ നമുക്കറിയാം equilibrium constant എന്ന് പറയുന്നത് rate constant for the forward by rate constant for the backward ആണ്. അപ്പോൾ KF എന്ന് പറഞ്ഞാൽ K into KB വെച്ച് ചെയ്താൽ മതി, which is 1.5 into 7.5 into 10⁻⁻⁴. അപ്പോൾ 7.5 ഇൻറ്റു 1.5 ചെയ്യുന്നു, 75 ഇൻറ്റു 15 ചെയ്യും, 5 25 2 ബാക്കി 37 5 7. സോ 5 നമുക്ക് കിട്ടുന്നത് 11.25 ഇൻറ്റു 10⁻⁻⁴ ആണ്, അഥവാ 1.12 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻3. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. The pH of the solution is defined as the negative logarithm of concentration of hydrogen ions which it contains. ശരിയാണ്. What is the pH of 0.365 gram per liter of HCl solution? അപ്പോൾ HCl സൊല്യൂഷൻ്റെ ഗ്രാമിലാണ് തന്നത്, നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HCl? നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, മാസ് 0.365 ഗ്രാം ബൈ HClന്റെ മോളാർ മാസ് 36.5 ആണ്. ഹൈഡ്രജൻ 1ഉം ക്ലോറിൻ 35.5 ആണ്. സോ 36.5 ബൈ വോള്യൂം പെർ ലിറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോള്യൂം 1 ലിറ്റർ തന്നെയാണ്, which is equal to 10⁻⁻² mole per liter. അതുകൊണ്ട് HClന്റെ അതേ കോൺസെൻട്രേഷൻ ആണ് H+. കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. Therefore pH is equal to negative log H+ concentration, which is equal to 2. So your answer will be option 2. Consider the following compounds. 2 കോമ്പൗണ്ടുകളെ തന്നിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു. റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളിത് നോക്കുന്ന സമയത്ത് PH CO ഡബിൾ ബോണ്ട് ഉണ്ട്, OH ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് OH ആയി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് റെസനൻസ് അല്ല. കാരണം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ ഒരിക്കലും അവരുടെ ആറ്റത്തിന്റെ പൊസിഷൻ മാറാൻ പാടില്ല. ജസ്റ്റ് ലോൺ പെയേഴ്സും പൈ ബോണ്ടുകളൊക്കെ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യാനേ പാടുള്ളൂ, ആറ്റത്തിന്റെ പൊസിഷൻ മാറാൻ പാടില്ല. അപ്പോൾ ഇത് റെസനൻസ് കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ്ലി അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം 1 to 3 ഹൈഡ്രജൻ ട്രാൻസ്ഫർ ഒക്കെ സംഭവിച്ചതുകൊണ്ട് ടോട്ടോമസ് ആണ് എന്നുള്ള ആൻസർ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് എഴുതുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ കറക്റ്റ് ആൻസർ ഹിയർ. കാരണം നമ്മൾ ഇവിടെ കെയർഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ their molecular formulas are not same, so they are not isomers. ഇവർ ഐസോമേഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. ബിക്കോസ് നിങ്ങൾ ഈ 2 സ്ട്രക്ചേഴ്സ് നോക്കിയാൽ 2 ഹൈഡ്രജൻ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ഉള്ളതായിട്ട് കാണാം. ദേ ഹാവ് ഡിഫറെൻറ്റ് മോളിക്കുലർ ഫോർമുല. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റിവെക്കാണ്. ദർ ഇസ് നോ ആൻസർ. ഓക്കെ, ദേ ആർ നോട്ട് ഐസോമേഴ്സ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പി. നമുക്ക് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ക്ലോറോ ട്രൈനൈട്രോ ബെൻസീൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. എക്വസ് KOH വരുമ്പോഴേക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആരോമാറ്റിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. Clന് പകരം OH മാറുന്നു. സോ ദിസ് ഈസ് ആൻ ആസിഡ് വിച്ച് ഈസ് നോൺ ആസ് പിക്രിക് ആസിഡ്. സോ ഓപ്ഷൻ എ P ഈസ് അസിഡിക് ഇൻ നേച്ചർ ഈസ് കറക്റ്റ്. അത് അസിഡിക് ആണ്. പിക്രിക് ആസിഡ് എന്നുള്ള പേര് കറക്റ്റ് ആണ്. P ഈസ് ഒബ്റ്റെയിൻ ത്രൂ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. OH മൈനസ് Cl മൈനസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് ശരിയാണ്. P ഈസ് ഒബ്റ്റെയിൻ ബൈ ദ കാർബോകാറ്റോൺ മെക്കാനിസം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ അവിടെ കാർബോകാറ്റോൺ മെക്കാനിസം പോസിബിൾ അല്ല. വൈ? കാരണം ഉണ്ടാകുന്ന കാർബോകാറ്റോൺ സ്റ്റേബിൾ അല്ല. സോ 4 ആണ് നമുക്കിവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആൻസർ വരുന്നത്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഫോംഡ്? ആദ്യം എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്രോമൈഡ് ആണ്. മെഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് എന്ന ആളെ കിട്ടി. അതിലേക്ക് നമ്മൾ D2O കൊടുക്കുകയാണ്. D2O H2O നമ്മൾ H+OH- എന്ന് എഴുതുന്ന പോലെ D2O D+OD- എന്ന് എഴുതാം. എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നെഗറ്റീവ് ഭാഗം പോസിറ്റീവിനോട് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ബെൻസീൻ റിങ്ങിന് മേലെ D വന്നു. ആൻഡ് MgBrന്റെ കൂടെ OH- അഥവാ OD നമുക്ക് വരുന്നു. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. വെൻ പ്രൊപ്പിയോണിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് aqueous sodium bicarbonate, പ്രൊപ്പിയോണിക് ആസിഡ് CH3 CH2 COOH, പ്രൊപ്പനോയിക് ആസിഡ് ആണ് പ്രൊപ്പിയോണിക് ആസിഡ്, ഈസ് ട്രീറ്റഡ് വിത്ത് aqueous sodium bicarbonate, HCO3യുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? എന്റെ കയ്യിൽ Na+ ഉണ്ട്, HCO3- ഉണ്ട്. HCO3- വീക്ക് ബേസ് ആണെങ്കിലും നമുക്ക് ഇതിനെ ഇവിടെ കാർബോക്സിലിക് ആസിഡ്സിന്റെ ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇവര് അസിഡിക് ആയിരിക്കുന്ന H+നെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടുന്നത് CH3 CH2 COO- എന്നാണ്. അഥവാ അതിന്റെ കൂടെ പോസിറ്റീവ് ചാർജുള്ള Na+ വന്ന് നിൽക്കും. സോ ദിസ് ഈസ് സോഡിയം
പ്രൊപ്പനോയിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയാം. പ്ലസ് HCO3 മൈനസും H പ്ലസും കൂടി ചേരുമ്പോൾ H2CO3 ഉണ്ടാവും. ഈ H2CO3 എന്ന് പറയുന്നത് ആക്ച്വലി കാർബോണിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ടാണ് നിൽക്കുക. അപ്പൊ എനിക്ക് ആക്ച്വലി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ് നിന്നാണ് ഉണ്ടായത്? അല്ല, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം ബൈകാർബണേറ്റിലുള്ള ബൈകാർബണേറ്റിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. മാച്ച് ചെയ്യണം, അറ്റോമിക് നമ്പറും വെച്ചിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ആദ്യം എൻ്റെ കയ്യിലിരിക്കുന്നത് അറ്റോമിക് നമ്പർ 52 ആണ്. നമുക്കറിയാം 2, 10, 18, 36, 54, 86, 118 ഇത് നോബിൾ ഗ്യാസസിന്റെ അറ്റോമിക് നമ്പേഴ്സ് ആണ്. അപ്പൊ 52 എന്ന് പറഞ്ഞാൽ 54 നിന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ അത് പി ബ്ലോക്കിലാണ്. 18ാമത്തെ ഗ്രൂപ്പ് നിന്ന് 2 കുറച്ചാൽ 16ാമത്തെ ഗ്രൂപ്പ് അഥവാ പി ബ്ലോക്കിലാണ്. സോ എ എന്ന് പറയുന്നത് 2 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇനി ബി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബി എന്തായാലും 1 ആണ്. കറക്റ്റാ. 56 എന്ന് പറഞ്ഞാൽ 54ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് എസ് ബ്ലോക്ക് ആണ്. ഇനി 57 നോക്കാം. 57 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ലെന്താനാ. അപ്പൊ ലെന്താനത്തിനെ നമ്മൾ ഡി ബ്ലോക്ക് ആയിട്ട് പരിഗണിക്കണം. സി എന്ന് പറയുന്നത് 3 ആണ്. 60 എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് ആണ്. ബിക്കോസ് ലെന്താനം കഴിഞ്ഞിട്ട് 58 തൊട്ട് 71 വരെയുള്ള ലാന്തനോയിഡുകൾ എഫ് ബ്ലോക്ക് ആണ്. ഹെൻസ് യുവർ ആൻസർ വിൽ ബി 1. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? ഒരേ എലിമെന്റിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമ്പോഴാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറയാം. ഇവിടെ ഒരേ എലിമെന്റ്, അപ്പോൾ ഒരേ എലിമെന്റിന് 2 പ്രോഡക്റ്റുകൾ കാണാൻ പറ്റണ്ടേ? ഒന്ന് ഓക്സിഡൈസ് ചെയ്ത പ്രോഡക്റ്റും മറ്റൊന്ന് റിഡക്ഷൻ ചെയ്ത പ്രോഡക്റ്റും ആണ്. ഈസി ആയിട്ട് നമുക്കിതൊന്ന് ഉത്തരം പറയാം. എങ്ങനെ? കാൽഷ്യത്തിന്റെ ഒറ്റ പ്രോഡക്റ്റ് എഴുതിയിട്ടുള്ളൂ, അപ്പൊ അത് നടക്കൂല. കാർബണിന്റെയും ഒറ്റ പ്രോഡക്റ്റ് എഴുതിയിട്ടുള്ളൂ. എനിക്ക് 2 പ്രോഡക്റ്റ് വരണം, ഒന്ന് ഓക്സിഡേഷനും ഒന്ന് റിഡക്ഷനും. ഓക്സിജന്റെ കേസിൽ 2 പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ ഓക്സിജൻ എല്ലാം ഓക്സൈഡ് ആണ്, അപ്പൊ അതിൽ മാറ്റം വന്നിട്ടില്ല. ഹൈഡ്രജന്റെ ഒറ്റയാളെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുത്ത് നോക്കൂ, കോപ്പറിന്റെ 1 പ്രോഡക്റ്റേ ഉള്ളൂ, സൾഫറിന്റെ 1 പ്രോഡക്റ്റേ ഉള്ളൂ, ഓക്സിജന്റെ 1 പ്രോഡക്റ്റേ ഉള്ളൂ. അടുത്ത കേസിൽ കോപ്പറിന്റെ 2 പ്രോഡക്റ്റ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ അറിഞ്ഞാൽ തന്നെ ആൻസർ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. ബട്ട് യു ക്യാൻ ചെക്ക്. ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അത് 0+2 റിഡക്ഷനും ഓക്സിഡേഷനും കോപ്പറിന് സംഭവിച്ചു. ഒരേ എലിമെന്റിന് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നതുകൊണ്ട് അത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് അണ്ടർഗോ SN2 റിയാക്ഷൻ? SN2 റിയാക്ഷൻ നടക്കാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ SN2 റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കേണ്ട റിയാക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് നടന്ന് സംഭവിച്ച് നടക്കേണ്ടതാണ്. അപ്പൊ ആക്ച്വലി SN2 റിയാക്ഷൻ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യണം, ക്ലോറിൻ ലീവ് ചെയ്യണം. ഇതിവിടെ വന്ന് അറ്റാക്ക് ചെയ്യണം, ക്ലോറിൻ ലീവ് ചെയ്യണം. ഇവിടെ അറ്റാക്ക് ചെയ്യണം, ക്ലോറിൻ ലീവ് ചെയ്യണം. സോ ഇതിലെല്ലാം ക്ലോറിൻ ആണ് ലീവിംഗ് ഗ്രൂപ്പ്. അതിൽ കുറെ കൂടി ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് ഏതിലായിരിക്കും എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. SN1 ആണ് ചോദ്യമെങ്കിൽ നമുക്ക് കാർബോക്കേറ്റോൺ മെക്കാനിസം നോക്കാം. അപ്പൊ ഇതിൽ ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും ക്ലോറിൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ക്ലോറിൻ ഇത് ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എവിടെയെങ്കിലും പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി, വിനൈലിക് ഹാലൈഡുകളിൽ ഒരിക്കലും SN2 റിയാക്ഷൻ നടക്കില്ല. കാരണം ദർ ഈസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ക്ലോറിൻ. അതുകൊണ്ട് വിനൈലിക് സിസ്റ്റത്തിൽ നോർമലി SN2 റിയാക്ഷൻസ് നടക്കാൻ പോസിബിലിറ്റി ഇല്ല. അടുത്ത ചോദ്യം നോക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മാച്ച് ചെയ്യണം. അപ്പൊ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊതുവെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്, എക്സെപ്റ്റ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തരുമ്പോൾ തന്നെ അത് നോബിൾ ഗ്യാസ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ 2p6. അപ്പൊ എ എന്തായി? 4 ആയി. A4. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് എസ് ബ്ലോക്ക് ആണ്, എന്നാൽ ഇത് ഹാലജൻ ആണ്. ഹാലജൻസിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും നെഗറ്റീവ്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ വന്നിരിക്കുന്നത് സി എന്ന് പറയുന്നത് 2 ഹാലജൻ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് വരേണ്ടത് ഓക്സിജൻ ഫാമിലിക്കായിരിക്കണം. അപ്പൊ ഡി എന്ന് പറയുന്നത് 3 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻ 1 നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചോദ്യം, 2 moles of an ideal gas expands reversibly and isothermally from 1 liter to 10 liter at 27 degrees Celsius. What is the entropy change? ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമ്മൾ ഡെൽറ്റ എസ് കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട്. NCV ln T2/T1 പ്ലസ് NR ln V2/V1. അപ്പൊ ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചറിന്റെ ഭാഗം വേണ്ട. സോ യുവർ ഇക്വേഷൻ ഈസ് NR ln V2/V1 അഥവാ 2.303 NR log V2/V1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2.303. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് 2 ആണ്. R ഇൻറ്റു
ലോഗ് V2 ബൈ V1. V2 എന്ന് പറയുന്നത് 10 ലിറ്റേഴ്സ് ആണ്, V1 എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. സോ ലോഗ് 10. ലോഗ് 10ന്റെ വാല്യൂ 1 ആ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2.3 ഇൻറ്റു 2 എത്രയാ? 4.6. സോ ദിസ് ഈസ് 4.6 R എന്നുള്ള ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിൽ മാച്ച് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തെ റിയാക്ഷൻ ഹൈഡ്രോജിനേഷൻ ഓഫ് പ്രൊപ്പിലീൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. പ്രൊപ്പിലീൻ അഥവാ പ്രൊപ്പീൻ എടുക്കുക, CH3 CH ഡബിൾ ബോണ്ട് CH2. നമ്മൾ ഇതിനെ ഹൈഡ്രോജിനേഷൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് പ്രൊപ്പൈൻ ആണ് കിട്ടുക. അപ്പൊ പ്രൊപ്പൈൻ കിട്ടണം, ബി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. റെഡി. അടുത്തയാള് വുഡ്സ് റിയാക്ഷൻ ഓഫ് മീഥൈൽ അയഡൈഡ് ആണ്. മീഥൈൽ അയഡൈഡിനെ വുഡ്സ് റിയാക്ഷൻ സോഡിയം ഡ്രൈ ഈതറിന്റെ പ്രസൻസ് ചെയ്താൽ എനിക്കത് ഡൈമർ ആയിട്ട് കിട്ടും, CH3 അഥവാ ഈഥൈൻ ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് 2 ആൻസർ കിട്ടേണ്ടതുണ്ട്. അടുത്തയാളെ നമ്മൾ ചെക്ക് ചെയ്യുന്നു, സോഡിയം പ്രൊപ്പനോയേറ്റ് ബൈ കോബ്സ് ഇലക്ട്രോളിസിസ്. സോഡിയം പ്രൊപ്പനോയേറ്റ് എന്ന് പറയുന്നത് CH3 CH2 COO മൈനസ്. കോബ്സ് ഇലക്ട്രോളിസിസ് സംഭവിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, എന്നിട്ട് എനിക്ക് CH3 CH2 ഡോട്ട് ഉണ്ടാകും. അത് പിന്നെ ഡൈമറൈസ് ചെയ്യും. 2 കാർബൺ ഉള്ള ഫ്രീ റാഡിക്കൽ ഡൈമറൈസ് ചെയ്താൽ 4 കാർബൺ ഉള്ള ബ്യൂട്ടൈൻ ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ ബ്യൂട്ടൈൻ ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ഡി കാർബോക്സിലേഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് എടുത്താൽ CH3 COO Na, ഡി കാർബോക്സിലേഷൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പോയാൽ എനിക്ക് കിട്ടുന്നത് മീഥൈൻ ആണ്. അപ്പൊ അങ്ങനെ എല്ലാം കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ 1 പറയാം. ഇതിലേതാണ് മേജർ പ്രോഡക്റ്റ് ഇൻ ദ റിയാക്ഷൻ ഈസ് എക്സ്പെക്ടഡ് ടു? ഇതിൽ മേജർ പ്രോഡക്റ്റ് ഏതിനാന്ന് ചോദിച്ചു. കെയർഫുൾ ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ദിസ് ഇസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് ആവശ്യം. CO എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. CH2 ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ CH2 അറ്റാച്ച് ചെയ്ത ബെൻസീൻ റിംഗ് പ്രിഫർ ചെയ്യണം. അതിന്റെ തന്നെ ഓർത്തോ അല്ലെങ്കിൽ പാരയിലായിരിക്കണം റിയാക്ഷൻ. COയുടെ പാരയിൽ വന്നത് ശരിയായില്ല, CH2യുടെ പാരയിൽ ബ്രോമിൻ വന്നതാണ് കറക്റ്റ് ആൻസർ. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. In Lassigne's test, the blue color is obtained if the organic compound contains nitrogen. The blue color is due to the formation of nitrogen. ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ലെസൈൻസ് ടെസ്റ്റിൽ നമുക്ക് സോഡിയം സയനൈഡ് കിട്ടുന്നു, പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഒക്കെ ആഡ് ചെയ്തു, ഫോളോഡ് ബൈ ഫെറിക് ക്ലോറൈഡ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് പ്രഷ്യൻ ബ്ലൂ കളറാണ്. പ്രഷ്യൻ ബ്ലൂ കളറിന്റെ കാരണം എന്ന് പറയുന്നത് ഫെറിക് ഫെറോസയനൈഡ് ആണ്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2, Fe4 FeCN 6 times thrice. ടെസ്റ്റ് മാച്ച് ചെയ്യാനുള്ള ചോദ്യമാണ്. നൈട്രജന്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രഷ്യൻ ബ്ലൂ കളർ ആയിരുന്നു. അപ്പൊ എ എന്നുള്ളത് 2 എന്ന ആൻസർ വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. സൾഫറിന്റെ ടെസ്റ്റിനാണെങ്കിൽ നമുക്ക് B5 എന്ന് കൊടുക്കാം, കാരണം PbS ബ്ലാക്ക് ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 2 നൈട്രജനും സൾഫറും ഉണ്ടാകുമ്പോഴാണ് റെഡ് ബ്ലഡ് കിട്ടിയത്. ഹാലജന്റെ ടെസ്റ്റിന് വേണ്ടിയായിരുന്നു നമ്മൾ AgX ചെയ്തത്. അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റ് ഫോസ്ഫറസിന്റെ ടെസ്റ്റിനായിരുന്നു. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. കാർബൺ ആൻഡ് സിലിക്കൺ ബിലോങ് ടു 4 ഗ്രൂപ്പ്. ശരിയാണ്, രണ്ടുപേരും 14ാമത്തെ ഗ്രൂപ്പിലാണ്. ദ മാക്സിമം കോർഡിനേഷൻ നമ്പർ ഓഫ് കാർബൺ ഈസ് കോമൺലി 4. കാർബണിന് മാക്സിമം 4 ബോണ്ടുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്നാൽ സിലിക്കണിന് 6 വരെ പറ്റും. കാരണം എന്താ? ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ കാർബൺ. അഥവാ സിലിക്കണില് ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അവൈലബിലിറ്റി ഓഫ് ലോ ലയിങ് ഡി ഓർബിറ്റൽസ് ഇൻ സിലിക്കൺ വിൽ ബി യുവർ ആൻസർ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. സി ദി അസേർഷൻ ഇൻ ട്രയഗണൽ ബൈപിരമിഡൽ ജിയോമെട്രി. നമ്മൾ PCl5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ ഇക്വറ്റോറിയൽ ബോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്. ദാറ്റ് ഈസ് ട്രൂ. കാരണം ഇക്വറ്റോറിയൽ ബോണ്ടുകളുടെ ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പൊ അത് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. എന്നാൽ ആക്സിയൽ ബോണ്ട് വരുമ്പോഴേക്ക് 90 ഡിഗ്രി ആയിട്ട് ഇക്വറ്റോറിയലുമായിട്ട് 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ മാത്രമേ വരുന്നുള്ളൂ. ആംഗിൾ കുറയുമ്പോൾ റിപ്പൾഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബോണ്ട് ലെങ്ത് കൂടും. അങ്ങനെയാണ് ആക്സിയൽ ബോണ്ടുകൾ ഇലോങ്ങേറ്റഡ് ആയി പോയത്. അപ്പൊ റീസൺ കൊടുത്തിരിക്കുന്നു, ആക്സിയൽ ബോണ്ട് സഫർ മോർ റിപ്പൾഷൻ ആസ് കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ ബോണ്ട്. ശരിയാ, ആംഗിൾ കുറവായപ്പോൾ ആക്സിയൽ ബോണ്ടിന് റിപ്പൾഷൻ ഉണ്ടായി, അത് കുറക്കാൻ വേണ്ടിയാണ് അത് നീണ്ടുപോയത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്ത അസേർഷൻ നിങ്ങൾ നോക്കുന്നു, ഡൈപോൾ മൊമെന്റ് ഇൻ കേസ് ഓഫ് BeF2 is 0. BeF2ന്റെ സ്ട്രക്ചർ ലീനിയർ സ്ട്രക്ചർ ആണ്. ഡൈപോൾ മൊമെന്റിൽ ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റുകൾ നോക്കുന്നു, അത് ക്യാൻസൽ ആയി. അപ്പൊ ഡൈപോൾ മൊമെന്റ് 0 ആണ്. അതിന്റെ കാരണം എന്താ? 2 ഈക്വൽ ബോണ്ട് ഡൈപോൾസ് പോയിന്റ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ഗെറ്റ് ക്യാൻസൽ. അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി. സോ ബോത്ത് assertion and reason are true and reason is the correct explanation.
കൺസിഡർ ദി ഫോളോയിങ്. എൻ്റെ കയ്യിലിരിക്കുന്നത് CH3 ത്രൈസ് C OC2H5. ഒരു ഇക്വലന്റ് HI കൊടുക്കുമ്പോൾ ആദ്യം H+ വരുന്നു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദി ബോണ്ട് ക്യാൻ ബി ബ്രോക്കൺ ഇഫ് ദർ ഇസ് എ സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോർമേഷൻ. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് മറ്റടുത്ത് ബ്രേക്ക് ചെയ്യാത്തത്? ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാർബോകാറ്റോണിനേക്കാളും സ്റ്റേബിൾ ആണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ടെർഷ്യറി കാർബോകാറ്റോൺ കിട്ടും. എന്നിട്ട് ആ കാർബോകാറ്റോണിന്റെ അടുത്തേക്ക് അയോഡൈഡ് വന്നാൽ മതി. അപ്പൊ എനിക്ക് ടെർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡും മെഥനോളും ആണ് കിട്ടേണ്ടത്. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. രണ്ടെണ്ണം മാച്ച് ചെയ്യണം. ഡ്യൂമാസ് മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ ഗ്യാസിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ആൻസർ ആയി കഴിഞ്ഞു. ജെൽദാൽസ് മെത്തേഡിൽ അമോണിയം സൾഫേറ്റ് ആയിട്ട് നമ്മൾ ടൈട്രേഷൻ ആണ് ചെയ്യുന്നത്. കാരിയസ് മെത്തേഡ് എടുക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഹാലജന്റെ ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടി AgNO3 കൂടെ ട്രീറ്റ് ചെയ്യാം. ക്രൊമാറ്റോഗ്രാഫിയിൽ അഡ്സോർബിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ സിലിക്ക ജെല്ലിനെ യൂസ് ചെയ്യാറുണ്ട്. ഹോമോലിസിസ് ചെയ്യുമ്പോഴാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്. The conversion of vinyl allyl ether to pent-4-enol follows the first order kinetics. The following plot is obtained for such a reaction. What is the rate constant? First order kinetics ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഇക്വേഷൻ നമുക്ക് log RT is equal to log R0 minus KT by 2.303. അല്ല, ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ KT is equal to 2.303 log R0 by RT. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? എനിക്ക് വൈന്റെയും എക്സിന്റെയും ഫോർമാറ്റ് കിട്ടണം. സോ y is equal to mx plus c. അപ്പൊ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k/2.303 ആണെന്ന് ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ട്. -k/2.303 ആണ് സ്ലോപ്പ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y/x സ്ലോപ്പ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുന്നു. 6 - 0 ബൈ 6 ഉള്ള സമയത്ത് ടൈം 0 ആണ്. -10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -6/10. y/x ചെയ്യാം. ഇതിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ എനിക്ക് കിട്ടിയ കാര്യം -k/2.303 ഈസ് ഈക്വൽ ടു -6/10 അഥവാ k ഈസ് ഈക്വൽ ടു 6/10 ഇൻറ്റു 2.303. ഇതാണ് എനിക്ക് കിട്ടുന്ന k. അപ്പൊ കെയുടെ യൂണിറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്നത് കെയുടെ യൂണിറ്റ് എപ്പോഴും ടൈം ഇൻവേഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6/10 ഇൻറ്റു 2.303 മിനിറ്റ് ഇൻവേഴ്സ് അഥവാ പെർ മിനിറ്റ് ആണ്. എന്നാൽ ആൻസറിൽ സെക്കൻഡ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 60 സെക്കൻഡ് അല്ലേ? അപ്പൊ അതിലെ സെക്കൻഡിലാക്കാൻ വേണ്ടി 1 മിനിറ്റിന് പകരം 60 സെക്കൻഡ് എന്ന് കൊടുത്തു. അപ്പൊ 6 പോയി ഇവിടെ 10 ഉണ്ട്. ദിസ് ഈസ് 2.3 ഇൻറ്റു 10⁻². per second or second inverse. Hence your answer will be 3. അവസാന കൺവേർഷൻ കറക്റ്റായി ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റുന്നു. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരാളുടെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ 50% റിയാക്ഷൻ? T½ എന്ന് പറയുന്നത് 2.303 log 2/k ആണ് അല്ലേ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് 2 ടൈംസ് ഉണ്ട്. log 2 0.3010/2 ഇൻറ്റു 10⁻³ ആണ് നമുക്ക് കിട്ടുക. സോ ഇത് ഞാൻ മേലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്രയാ? 301/2 അഥവാ 150.5 സെക്കൻഡിൽ കിട്ടുന്നു. കാരണം സെക്കൻഡ് ഇൻവേഴ്സിൽ തന്ന ടൈം സെക്കൻഡ് ആണ്. ഓപ്ഷൻ 1. ഏതാണ് കറക്റ്റ് എന്ന് പറയണം. കോബ്സ് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് കോബ്സ് ഇലക്ട്രോളിസിസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ CH3COO- എടുത്താൽ ആദ്യം അത് CH3 and CH3COO- പ്ലസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. ആദ്യം ഒരു ഇലക്ട്രോണിനെ അവർ വിട്ടുകൊടുക്കുന്നു. പിന്നീട് അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ബ്രേക്ക് ആവുകയും CH3 റാഡിക്കൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഡൈമറൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോബ്സിൽ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നത് ശരിയാണോ? അതെ, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് ശരിയാണ്. കാരണം എപ്പോഴും ഡൈമറാ സംഭവിക്കുക. ദാറ്റ് ഈസ് ട്രൂ. രണ്ടാമത്തത് സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്ട്സ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണോ എടുക്കുന്നത്? അതെ, ആസിഡുകളുടെ സോൾട്ട് ആണ്, സോഡിയം പൊട്ടാഷ്യം സോൾട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് മീഥേൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയോ? ഈവൻ നമ്പർ മാത്രമല്ലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മീഥേനിൽ ഒരു കാർബണേ ഉള്ളൂ, അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ആനോഡിൽ ഹൈഡ്രജൻ ആണോ കിട്ടുന്നത്? ആനോഡിൽ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹൈഡ്രജൻ ശരിക്കും കാഥോഡിലാണ് കിട്ടുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതും തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് 1ഉം 2 മാത്രമാണ്
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A group 15 element which is a metal and form a hydride with strongest reducing power among the group 15. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പിൽ നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണ്ടും എടുക്കുമ്പോൾ ഇവരുടെ ഹൈഡ്രൈഡുകളൊക്കെ നമ്മൾ എടുത്തു. ഇതിലേതാണ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്? ഇപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആവണമെങ്കിൽ അവർ പെട്ടെന്ന് ഹൈഡ്രജന് കൊടുക്കണം, അഥവാ ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ കഴിയണം. താഴേക്ക് വരുമ്പോൾ ബോണ്ടിന്റെ നീളം കൂടും, അഥവാ ബോണ്ട് വീക്ക് ആകും. ബോണ്ട് വീക്ക് ഏതിനാ? BiH3 അത് പെട്ടെന്ന് ഹൈഡ്രജന് കൊടുക്കും, അത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെയിം റിയാക്ഷൻസിനെ മാച്ച് ചെയ്യാനുള്ള ചോദ്യമാണ്. നമുക്കൊരു എറൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും തന്നിട്ട് അത് ഡയറക്റ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. 2 എറൈൽ ഹാലൈഡ് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് തരുന്നത് ഫിറ്റിക് റിയാക്ഷൻ ആണ്. സാൻമയേഴ്സ് റിയാക്ഷൻ ആണ് ഡയാസോണിയം സോൾട്ടിൽ നിന്ന് ക്ലോറോ ബെൻസീൻ ഉണ്ടാക്കിയത്. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പൊ A2B1 വന്നിരിക്കുന്ന C4 വന്നിരിക്കുന്ന ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പാരാനൈട്രോ അസറ്റനിലിഡ് ഫ്രം അനിലിൻ. അനിലിനിൽ നിന്നും, അനിലിൻ എന്ന് പറയുന്നത് ഇതാ, അനിലിൻ നിന്നും എനിക്ക് പാരാനൈട്രോ അസറ്റനിലിഡ് ഉണ്ടാക്കാൻ നൈട്രേഷൻ ഈസ് നോട്ട് ഡൺ ബൈ നൈട്രേറ്റിംഗ് മിക്സ്ചർ. നമ്മൾ ഇതിനെ ഡയറക്റ്റ് നൈട്രേഷൻ അല്ല ചെയ്തേ. കാരണം ഡയറക്റ്റ് നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തോ പാരാ മെറ്റാ പ്രോഡക്റ്റുകൾ കിട്ടിയിരുന്നു. നമ്മൾ ആദ്യം ഇതിനെ പ്രൊട്ടക്ഷൻ ചെയ്തു. ആദ്യം ഇതിനെ അസറ്റനിലിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്തു. ഏതെങ്കിലും ഒരു അസറ്റൈൽ ഗ്രൂപ്പ് വരുന്ന ആൾക്കാരുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്തതിന് ശേഷം നൈട്രേഷൻ ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ആദ്യമേ നൈട്രേഷൻ ചെയ്തുകൂടാ. എന്തുകൊണ്ട് ആദ്യമേ നൈട്രേഷൻ ചെയ്യാത്തത്? ആദ്യമേ നൈട്രേഷൻ ചെയ്ത ഓർത്തോ നൈട്രോ അസറ്റനിലിഡ് ആണോ വരുമോ? ഒരിക്കലും അല്ല, ഓർത്തോ പാരാ മെറ്റ വരും. മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാര എന്ന് പറയുന്നത് തെറ്റാ, മെറ്റോ കൂടി വരും. ഓർത്തോ പാര പ്രോഡക്റ്റ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നത് തെറ്റാ. വാട്ട് ഈസ് ഹാപ്പനിങ്? NH2 ഗ്രൂപ്പ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് അല്ലെ, അത് അനിലിനിയം അയോൺ ആയിട്ട് മാറി പിന്നെ ഓർത്തോ പാരാ മെറ്റ പ്രോഡക്റ്റുകൾ കിട്ടുക ചെയ്യാം. സോ യുവർ ആൻസർ വിൽ ബി 3. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഫോർ ദി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് തന്നിരിക്കുന്നു 1800 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി തന്നു. അപ്പോൾ വാട്ട് വിൽ ബി ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഫോർ COCl for 2-. അപ്പം നമുക്ക് ബേസിക്കലി ക്രിസ്റ്റൽ ഫീൽഡ് എനർജീസ് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് എനർജിയെ ΔO എന്നും ΔT എന്നും നമ്മൾ എടുത്താൽ ΔT ഈസ് ഈക്വൽ ടു ΔO × 4/9 ആണ്. ദാറ്റ് ഈസ് എ റിലേഷൻ. അപ്പോൾ ടെട്രാഹെഡ്രലിന്റെ സ്പ്ലിറ്റിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ΔO × 4/9 ചെയ്യുന്നു, അഥവാ 18,000 × 4/9 നമ്മൾ ചെയ്യുന്നു, 8,000 കിട്ടി സെന്റിമീറ്റർ ഇൻവേഴ്സ്. സോ യുവർ ഓപ്ഷൻ വിൽ ബി 4. ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റൽ സെയിം ആണ്, ലിഗാൻഡ് സെയിം ആണ്. പക്ഷെ ഒരാള് നമുക്ക് തന്നിരിക്കുന്നത് ഒക്ടാഹെഡ്രൽ ആണ്, മറ്റേ ആള് ടെട്രാഹെഡ്രൽ ആണ്. COCl4 സ്ക്വയർ പ്ലാനാർ ആവില്ല, ടെട്രാഹെഡ്രൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പെയറിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട്. അപ്പോൾ റിലേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് എ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദി എക്സ്പാൻഷൻ ഓഫ് എ വോളിയം 4 dm³ അഥവാ 4 ലിറ്ററിൽ നിന്ന് 6 ലിറ്റർ ആകുന്നു against a constant external pressure of 3 atm. എക്സ്റ്റേണൽ പ്രഷർ ഒക്കെ തന്നു കഴിഞ്ഞാൽ W is equal to -P external into delta V. -3 atm into delta V 2 liters ആണ്. സോ ദിസ് ഈസ് -6 ലിറ്റർ ATM. 1 ലിറ്റർ ATM 101 ആണ്. സോ -6 എന്ന് പറഞ്ഞാൽ -6 × 101 ജൂൾ ആയിട്ട് മാറുന്നു. -606 ജൂൾ അഥവാ -608 ജൂൾ ആണ് ആൻസർ വരിക. Which is the possible set of quantum numbers for a valence electron in the ground state of phosphorus? നൈട്രജന് തൊട്ട് താഴെയാ ഫോസ്ഫറസ്. നൈട്രജൻ എന്ന് പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പാ, 2s2 2p3. അതുകൊണ്ട് ഫോസ്ഫറസ് 3s2 3p3 ആണ്. ഇവരുടെ ലാസ്റ്റ് ഷെല്ല് 3 ആണ്. അപ്പൊ N3 വരണം. പിയിലായതുകൊണ്ട് L1 വരണം. M എന്ന് പറയുന്നത് -1 0 +1 പോസിബിൾ ആണ്. S +½ ആണ്. സോ യുവർ ആൻസർ വിൽ ബി 3. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് നിക്കൂസൻ, നിക്കൽ കോപ്പർ സിങ്കിന്റെ അലോയ് ആണ്. അലോയ്കൾ 2 സോളിഡിന്റെ മിക്സ്ചറാ. അപ്പൊ സോളിഡ് A2 വരണം. ആൻസർ ആയി. സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തില, ഗ്യാസ് ഇൻ ലിക്വിഡ് ആയിരിക്കണം പറയേണ്ടത്. അപ്പൊ B3 ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പലേഡിയം എന്ന് പറഞ്ഞാൽ പലേഡിയം സോളിഡ് ആണ്, സോളിഡിന്റെ മേലെ ഗ്യാസ് ആണ്. അപ്പൊ ഗ്യാസ് ഇൻ സോളിഡ് ആണ്. എയർ എന്ന് പറയുന്നത് ഗ്യാസുകളുടെ മിക്സ്ചർ ആണ്. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. Arrange the following elements in the order of their decreasing metallic character. സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെ, തേർഡ് പീരീഡ്. സെക്കൻഡ് ഗ്രൂപ്പിലാണ് മെഗ്നീഷ്യം. സിലിക്കൺ 13th ഗ്രൂപ്പിലാണ് അലൂമിനിയം. സിലിക്കൺ 14th ഗ്രൂപ്പാണ്. ക്ലോറിൻ 17th ഗ്രൂപ്പാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് കൂടുക. മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ക്ലോറിൻ. കാരണം ഒരേ പീരീഡിൽ ഡിഫറെന്റ് ഗ്രൂപ്പിലായിരിക്കുന്ന ആൾക്കാർ നമുക്ക് തന്നിരിക്കുന്നു. Using a column chromatography, mixture of 2 compounds A and B are separated.
കോളം ക്രൊമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ സിലിക്ക ബീഡൊക്കെ ഇട്ട് നമ്മൾ പ്രോസസ്സ് നടത്തി. എ ഇല്യൂട്ടഡ് ഫസ്റ്റ്, എ ആദ്യം വന്നു. എ ആദ്യം വരണമെങ്കിൽ എയുടെ അഡ്സോർപ്ഷൻ ലെസ് ആയിരിക്കണം. ഒട്ടിപ്പിടിച്ചു നിന്നയാൾ ബി ആയിരിക്കണം. ബി കൂടുതൽ അഡ്സോർബ് ചെയ്തു, അതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിച്ചു നിന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ആർ എഫ് എന്ന് പറയുന്ന ഫാക്ടർ, ആർ എഫ് ആക്ച്വലി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എത്രമാത്രം സ്പീഡിൽ പോകുന്നു എന്നുള്ളതിന്റെ കണക്കാ. ബിക്കോസ് ആർ എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സബ്സ്റ്റൻസ് ബൈ സോൾവെന്റ് ആണ്. അപ്പൊ സബ്സ്റ്റൻസ് കൂടുതൽ ദൂരം സഞ്ചരിച്ചെങ്കിൽ ആർ എഫിന്റെ വാല്യൂ ഹൈ ആണ്. അപ്പൊ ആർ എഫും അഡ്സോർപ്ഷനും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അഡ്സോർപ്ഷൻ കുറയുന്നയാളാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏതിനാണോ ലെസ് അഡ്സോർപ്ഷൻ അവരുടെ ആർ എഫ് കൂടുതലാണ്. ബിയുടെ കേസിൽ അഡ്സോർപ്ഷൻ കൂടുതലായതുകൊണ്ട് ആർ എഫ് കുറവാ. സോ ആർ എഫ് ലോ, അഡ്സോർപ്ഷൻ സ്ട്രോങ്. ബിയുടെ കേസാ ചോദിച്ചത്, എയുടേതല്ല. എ ആദ്യം വന്നെങ്കിൽ ബിക്ക് എന്താണ് ശരി? സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. സ്റ്റേറ്റ്മെന്റ് 1, ഫിനോൾ reacts with CCl4 and NaOH followed by hydrolysis to give salicylic acid. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ NaOH ഒക്കെ കൊടുക്കുമ്പോൾ OH മൈനസ് H+ ഒക്കെ എടുക്കും. അപ്പോൾ O മൈനസ് ആകും. CCl4ലേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്നത് O മൈനസ്, ഒരു ക്ലോറിൻ ലീവ് ചെയ്തു, 3 ക്ലോറിൻ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാണ്. ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് 3 ക്ലോറിനും മാറി, OH OH OH. അപ്പോൾ ബേസിക്കലി 2 OH വന്നാൽ തന്നെ അത് H2 എലിമിനേറ്റ് ചെയ്യുകയും എനിക്ക് കിട്ടുന്നത് സാലിസിലേറ്റാ. ഓർ H+ വെച്ച് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടി. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ. ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറയുന്നത് CH3 ത്രൈസ് C OCH3. ഇതാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. HIയുടെ കൂടെ ഹീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട റിയാക്ഷൻ ആണ്. ആദ്യം H+ വരുന്നു. ഇഫ് പോസിബിൾ യു ബ്രേക്ക് ദ ബോണ്ട്, എന്നിട്ട് കാർബോകാറ്റോൺ ഉണ്ടാക്കുക. ഈ ബോണ്ട് പൊട്ടുന്നു ബിക്കോസ് ദർ ഇസ് എ സ്റ്റേബിൾ കാർബോകാറ്റോൺ. അവിടെ അയോഡിൻ പോകണം. അപ്പൊ എനിക്ക് കിട്ടുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡും മെഥനോളും ആണ്, വിച്ച് ഈസ് കറക്റ്റ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. സോ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിരിക്കുന്നു. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് 2 molar aqueous solution of NaOH is 1.28 gram per centimeter cube. The molality of the solution is. അപ്പോൾ നോക്കാം, മൊളാരിറ്റി തന്നു, ഡെൻസിറ്റി തന്നു, മൊളാരിറ്റി ചോദിച്ചു. ദ റിലേഷൻ ഈസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ 1000 പ്ലസ് 1 ബൈ കുഞ്ഞമ്മ ഓർ 1 ബൈ മൊളാരിറ്റി. അപ്പം നമ്മളത് ചെയ്യുന്നു. ഡെൻസിറ്റി 1.28 ഈസ് ഈക്വൽ ടു മൊളാരിറ്റി 2 ഇൻറ്റു മോളാർ മാസ് NaOH ഇൻറ്റു 40 ബൈ 1000 ഈസ് 0.04 പ്ലസ് 1 ബൈ M ആണ്. 2 ഇതിൽ 0.64 ടൈംസ് ആയി. സോ 1 ബൈ M ഈസ് ഈക്വൽ ടു 0.64 മൈനസ് 0.04 വിച്ച് ഈസ് 0.60. M ഈസ് ഈക്വൽ ടു 1 ബൈ 0.60 വിച്ച് ഈസ് ഈക്വൽ ടു 1.6 സംതിങ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് 1.67 മോളാൽ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് വിച്ച് ഈസ് KF ഈസ് 1.86 ഡിഗ്രി സെൽഷ്യസ് പെർ മോളാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 gram ഓഫ് Na2SO4 മാസ് ഓഫ് സൊല്യൂട്ട് 5 gram ആണ്. is dissolved in 45 gram of H2O. Freezing point is changed by. Change in freezing point തന്നിരിക്കുന്നു. Calculate Van Hoff factor. അപ്പോൾ എനിക്കറിയാം ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു മൊളാലിറ്റി ആണ്. സോ ഡെൽറ്റ TF 3.82 ഈസ് ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കണം. KF 1.86. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമിലാണെങ്കിൽ 1000 കൂടി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഓൾമോസ്റ്റ് 1.86. ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് എത്ര കിട്ടുന്നുള്ളത് നോക്കാം. 1.86 നമുക്ക് ഓൾമോസ്റ്റ് 2 ടൈംസ് ആണെന്ന് പറയാം. ബാക്കിയുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു WB എന്ന് പറയുന്നത് 5 ബൈ Na2SO4ൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. Na2SO4 2 സോഡിയം 23 1 സൾഫർ 4 ഓക്സിജൻ. അപ്പോൾ എനിക്ക് ഒരു 6 6 4 10 12 ഒന്ന് ബാക്കി 6 4 10 14 142 ആണ്. 1000 ബൈ WA 45. അപ്പം നമ്മളിത് ചെയ്യുന്നു 5 9 പ്രാവശ്യമാണ്. 9 ഏതാണ്ട് 10 വിചാരിച്ച് ഒരു 0 കട്ട് ചെയ്താൽ I ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 142 ബൈ 100 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 284 ബൈ 100 ആണ്. ഓർ ഇറ്റ് ഈസ് 2.84 ആണ് കിട്ടിയത്.
അപ്പോൾ എൻ്റെ ആൻസർ ഇവിടെ എന്തായാലും 2 ആയിരിക്കും. കാരണം ഞാൻ അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 9 എന്ന് പറയുന്നത് 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു, ഇത് ഓൾമോസ്റ്റ് 2 ആയിട്ട് ചെയ്തു. സോ നിയറസ്റ്റ് ആയിട്ട് അപ്രോക്സിമേഷൻ ചെയ്തിട്ടാണ് എനിക്ക് 2.8 കിട്ടിയത്. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് കാഥോഡ് പോസിറ്റീവും ആനോഡ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു, കോപ്പർ സിങ്ക് എന്നൊക്കെ പറയുന്നു. ദർ ഇസ് എൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ. നോർമലി ഒരു ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണുകളുടെ ഫ്ലോ നടക്കുന്നുണ്ട്. സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കും. കാരണം സിങ്കിൽ ഓക്സിഡേഷനും കോപ്പറിൽ റിഡക്ഷനും നടക്കും. എന്നാൽ ഇഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് 1.1 വോൾട്ട്, ഓപ്പോസിറ്റാണ് നടക്കുക. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അഥവാ കോപ്പറിന് ഓക്സിഡേഷൻ നടക്കണം, സിങ്കിന് റിഡക്ഷൻ നടക്കണം. എന്ന് പറഞ്ഞാൽ കോപ്പർ ഈസ് ഡിസോൾവ്ഡ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ 2+ ആവണം. ആൻഡ് സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ്. അപ്പോൾ സിങ്ക് ഡിസോൾവ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. അല്ലെ, ഡെപ്പോസിഷൻ റിഡക്ഷൻ നടക്കുന്നത് നമുക്കറിയാം കാഥോഡിലാണ്. ആൻഡ് കോപ്പർ ഈസ് ഡിസോൾവ്ഡ് ഇൻ ആനോഡ്. 3 ആണ് ആൻസർ ആയിട്ട് വരിക. ചോദ്യം നോക്കുക, ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഏതാണ്? ആദ്യത്തെ തന്നെയാണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷൻസ് ഒക്കെയാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഓപ്ഷൻ 1 ആണ്. രണ്ടാമത്തത് ഡബിൾ ബോണ്ടിലേക്കുള്ള അഡീഷൻ ആയതുകൊണ്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. മൂന്നാമത്തതിൽ SN റിയാക്ഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടന്നത്. നാലാമത്തതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമുക്ക് നടന്നിരിക്കുന്നത്. സോ യുവർ ആൻസർ ഹിയർ വിൽ ബി 1. വിച്ച് ഓഫ് ദി ഫോളോയിങ് അറേഞ്ച്മെന്റ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ഹാലജൻ ഈസ് കറക്റ്റ്? ഹാലജന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയിൽ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയോഡിൻ എന്നാ കിട്ടുക. എന്തുകൊണ്ടാണ് ഫ്ലൂറിന് കുറവായത്? റിപ്പൾഷൻ കാരണം അവരെ ബോണ്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ സാധിച്ചു. അപ്പോൾ ക്ലോറിനാണ് ഹയസ്റ്റ്, ഫ്ലൂറിന് ഹയസ്റ്റ് ക്ലോറിനേക്കാളും എന്നത് തെറ്റാ. ക്ലോറിനേക്കാളും ഫ്ലൂറിന് ഹയസ്റ്റ് ഇല്ല, ഫ്ലൂറിനേക്കാളും ക്ലോറിനാണ് ഹയസ്റ്റ്. ബ്രോമിനാണോ അതിനേക്കാൾ കൂടുതൽ? അല്ല, ക്ലോറിനാണ് ഹയസ്റ്റ് വരേണ്ടത്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. നമുക്ക് മാച്ച് ചെയ്യാൻ 2 ആൾക്കാരെ തന്നിട്ട് നിങ്ങളോട് pKa വാല്യൂസ് മാച്ച് ചെയ്യാൻ ചോദിച്ചു. പാരാടോളുയിഡീൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, അനിലിൻ ഇതാണ് പാരാടോളുയിഡീൻ, പാരയിൽ CH3. മെറ്റാടോളുയിഡീൻ, ഓർത്തോടോളുയിഡീൻ ആൻഡ് അനിലിൻ. ഇവരെല്ലാം ബേസിക് ആണ്. അപ്പം നോർമലി നമുക്കറിയാം ഒരാളുടെ ബേസിക് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ ബേസ് ഡിസോസിയേഷൻ എൻതാൽപ്പി കൂടുതലാണ്, അഥവാ pKb കുറവാണ്. ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കൂടുതലാണെങ്കിൽ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കുറവാണ്, അഥവാ അവരുടെ pKa കൂടുതലാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് pKa വാല്യൂം ബേസിക്കും ആയിട്ട് പരിഗണിച്ചാൽ ഏതിനാണോ ബേസിക് ക്യാരക്ടർ കൂടുതൽ അവരുടെ pKa വാല്യൂ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ അറിഞ്ഞാൽ മതി. ബേസിക് ക്യാരക്ടറിൽ ഇതെല്ലാം അനിലിനാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഒരാൾ നല്ല ബേസാന്ന് തിരിച്ചറിയുന്നത് അവരുടെ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ്. ഈ കേസിലേക്ക് നമ്മൾ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണോ, ഇവിടെ ഓർത്തോയിൽ CH3 വരുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ബിക്കോസ് ദർ ഈസ് സ്റ്റെറിക്. അപ്പോൾ ഈ സ്റ്റെറിക് എഫക്റ്റ് കാരണം ഇവർ ബേസ് ആയിട്ടോ അല്ലെങ്കിൽ H+ വാങ്ങാനോ വലിയ താല്പര്യം കാണിക്കില്ല. ബിക്കോസ് H+ വാങ്ങിയാൽ തന്നെ അത് NH3+ ആകുമ്പോഴേക്ക് ഔട്ട് ഓഫ് പ്ലെയിൻ ആവും. അപ്പോൾ നമ്മുടെ കോൺജുഗേറ്റ് ആസിഡ് ലീസ്റ്റ് സ്റ്റേബിൾ ആവും. അപ്പോൾ സ്റ്റെറിക് കാരണം ഇതിന് H+ വാങ്ങാം, ബേസുകൾ H+ വാങ്ങണം, ഇതിന് H+ വാങ്ങാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഓർത്തോ എന്ന് പറയുന്നത് ലീസ്റ്റ് ബേസിക് ആവും ഡ്യൂ ടു സ്റ്റെറിക്. ഇനി ബാക്കിയുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ CH3 ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അനിലിനാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി സ്ട്രോങ് ബേസ് ആവുക. അനിലിനേക്കാളും കൂടുതലാണ് പാരയിലും മെറ്റയിലും വരെ. അതിൽ പാരയാണ് യൂഷ്വലി ഏറ്റവും കൂടുതൽ ഡൊണേഷൻ എബിലിറ്റി, ഹൈപ്പർ കോൺജുഗേഷൻ പാരയിൽ കാണിക്കാം. സോ പാര, മെറ്റ, അനിലിൻ, ഓർത്തോ ഇതാണ് വരേണ്ടത്. പാരയ്ക്കായിരിക്കണം pKa വാല്യൂ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് A2 എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. പാര കഴിഞ്ഞാൽ മെറ്റയാണ്. മെറ്റ ഏതാ? മെറ്റക്ക് 1 വരണം. പിന്നെ അത് കഴിഞ്ഞ് അനിലിനാണ് വാല്യൂ വരേണ്ടത്. യെസ്, സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൊളുയിഡിനിലെ വെറൈറ്റീസ് കൺസിഡർ ചെയ്യുമ്പോൾ ഓർത്തോയിലുള്ളവർക്ക് ഓർത്തോ എഫക്റ്റ് കാരണം അവരുടെ ബേസിക് ക്യാരക്ടർ വളരെ കുറവാണ്. ഇൻ എ ഗിവൻ റിയാക്ഷൻ CH3 twice CH, CHOH, CH3 അത് എഴുതി നോക്കാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ 170 ഡിഗ്രി വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ്? ഡീഹൈഡ്രേഷൻ നടക്കും.
വെള്ളത്തിനെ എലിമിനേറ്റ് ചെയ്യും. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റും. ആദ്യം ഇത് H2 ഒക്കെ ആവുന്നു, അത് പ്ലസ് ആവുന്നു, നമ്മളിതിനെ ബ്രേക്ക് ചെയ്യുന്നു, അവിടെ കാർബോകാറ്റോൺ ഉണ്ടാവുന്നു. ആ കാർബോകാറ്റോണുകൾ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു H ഒക്കെ പോയിട്ട് റീഅറേഞ്ച് ചെയ്യാം. ശേഷം നമ്മൾ H+ കളയാം. അപ്പോൾ H2O കളയുക എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ആലോചിച്ചാലും മതി. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാം. പിന്നീട് മൈഗ്രേഷനൊക്കെ നടന്നാലും ഫൈനലി അടുത്ത H+ പോകുമ്പോഴേക്ക് ഈ ഹൈഡ്രജൻ തന്നെ പോവുകയും നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കുന്ന ആൽക്കീനാണ് മേജർ പ്രോഡക്റ്റ്. സോ യുവർ ആൻസർ വിൽ ബി 2. C2H5Cl അഥവാ CH3CH2Cl തന്നു. KCM കൊടുത്തു. KCM കൊടുക്കുമ്പോഴേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, CN ആവുന്നു. അതിലേക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ CN ബ്രേക്ക് ചെയ്യുകയും അത് COOH ആയിട്ട് മാറും, COH+ അമോണിയ. സോ യുവർ ആൻസർ വിൽ ബി പ്രൊപ്പനോയിക് ആസിഡ് ഓർ പ്രൊപ്പിയോണിക് ആസിഡ്, ഓപ്ഷൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ റിയേജന്റിനെ വെച്ച് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യണം. ഒന്നാമത്തത് മെഥനോളും ഡൈ ഈഥൈൽ ഈഥറും. അപ്പം മെഥനോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ നോക്കുക, CH3OH ആണ്. അവിടെ നമുക്ക് അസിഡിക് ആയിരിക്കുന്ന ഹൈഡ്രജൻസ് ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഡൈ ഈഥൈൽ ഈഥർ എടുക്കുന്ന സമയത്ത് അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് സോഡിയം മെറ്റൽ വെച്ച് നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. മെഥനോൾ തരും, ഡൈ ഈഥൈൽ ഈഥർ തരില്ല. രണ്ടാമത്തത് മെഥനോളും എഥനോളും ആണ്. രണ്ടും ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? രണ്ടും ആൽക്കഹോൾ ആണ്. മാത്രമല്ല ലൂക്കാസ് റിയേജന്റ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകൾ വേർതിരിച്ചറിയാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെഥനോളും എഥനോളും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. അയഡോഫോം ടെസ്റ്റ് ആണെങ്കിൽ എഥനോൾ അയഡോഫോം ടെസ്റ്റ് തരാറുണ്ട്. CH3CH2OH മീഥൈൽ കീറ്റോണുകളുമാണ് അയഡോഫോം ടെസ്റ്റ് തരിക. അപ്പം മെഥനോൾ തരില്ല. സോ നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാം. ഫീനോളും നോർമൽ ആൽക്കഹോളും എടുത്താൽ ഫെറിക് ക്ലോറൈഡ് വെച്ച് ഫീനോളിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. N-പ്രൊപ്പൈൽ ആൽക്കഹോളും ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളും പ്രൈമറിയും ടെർഷ്യറിയുമാണ്. സോ ലൂക്കാസ് റിയേജന്റ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ A2 വരുന്ന, B3 വരുന്ന, ശരിക്കും A2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പക്ഷെ B3 ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല. ബട്ട് എനിവേ ദി സെപ്പറേഷൻ ടെക്നിക്കിൽ ഇതാണ് നമുക്ക് ആൻസർ വരിക എന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ഹോൾ ഡിസ്കഷൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഓർഗാനിക്കിലുള്ള നമ്മൾ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാച്ച് ദി ഫോളോയിങ്ങിൽ തന്നെ പല വെറൈറ്റീസ്, ലൈക്ക് നെയിം റിയാക്ഷൻ ഡയറക്ട്ലി, പ്രോഡക്റ്റുകൾ എഴുതുന്നത്, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന റിയാക്ഷൻസ്, ഒരുപാട് വെറൈറ്റീസ് കണ്ടു. ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് എന്ന് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. ബൈ.